കോതമംഗലം മൺസൂൺ ഫെസ്റ്റിവൽ അവലോകന യോഗം കുട്ടമ്പുഴയിൽ നടന്നു. ഓഗസ്റ്റ് 1 മുതൽ 9 വരെ സംഘടിപ്പിക്കുന്ന 9 ദിവസത്തെ ഫെസ്റ്റിവലിന്റെ ലക്ഷ്യങ്ങളും പരിപാടികളുടെ രൂപരേഖയും യോഗത്തിൽ വിശദീകരിച്ചു. കോതമംഗലത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തി മഴക്കാല ടൂറിസത്തിന് പുതിയ ദിശ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന കോതമംഗലം മൺസൂൺ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനുള്ള ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗം കുട്ടമ്പുഴയിൽ ചേർന്നു. മഴയനുഭവത്തിനായി കോതമംഗലത്തേക്ക് വരൂ എന്ന പ്രമേയത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 9 വരെ സംഘടിപ്പിക്കുന്ന 9 ദിവസത്തെ ഫെസ്റ്റിവലിന്റെ ലക്ഷ്യങ്ങളും പരിപാടികളും രൂപരേഖയും കോതമംഗലം MLA ഷിബു തെക്കുംപുറം യോഗത്തിൽ വിശദീകരിച്ചു. നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ നാടിൻ്റെ ഒരു വലിയ ടൂറിസം സാധ്യത അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മൺസൂൺ ഫെസ്റ്റിൻ്റെ ലക്ഷ്യം. അപ്പം അത് വെച്ചുകൊണ്ട് നമുക്ക് എല്ലാ തരത്തിലും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ ആഘോഷമാക്കി ഈ മൺസൂൺ ഫെസ്റ്റിനെ മാറ്റണം. നമ്മളിപ്പോൾ ആലോചിച്ചിരിക്കുന്നത് അന്തിമമായി നമ്മളെടുത്ത തീരുമാനം എന്ന് പറയുന്നത് 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഉള്ള സമയത്ത് ഈ ഫെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. 1-ാം തീയതി ഒരു ശനിയാഴ്ചയാണ്, 9-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ 2 ശനിയും 2 ഞായറും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് തീർച്ചയായും കൂടുതൽ ആളുകൾ വരുന്ന ഈ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഭികാമ്യമാവും എന്നതാണ് നമ്മൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഈ ഡേറ്റിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ആ നിലയിൽ 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ വിവിധ പരിപാടികളോടുകൂടി നമുക്ക് നമ്മുടെ ഫെസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണം. 1-ാം തീയതി ഉദ്ഘാടന സമ്മേളനം 4 മണിക്ക് നമ്മുടെ ജലസേന വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് നിർവഹിക്കും. 2-ാം തീയതി ഞായറാഴ്ച നമ്മളൊരു ബൈക്ക് റൈഡ് ക്രമീകരിക്കാം എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ 2-ാം തീയതി ഞായറാഴ്ച ബൈക്ക് റൈഡ് എന്നുള്ള നിലയിൽ നമുക്ക് തീരുമാനമെടുക്കാം. 3-ാം തീയതി നമ്മൾ സൈക്കിൾ കൊണ്ടുള്ള ഒരു റൈഡ്. 4-ാം തീയതി മാമലക്കണ്ടത്ത് നമ്മൾ ഒരു ജീപ്പ് റൈഡാണ് പ്ലാൻ ചെയ്യുന്നത്. 5-ാം തീയതി ബുധനാഴ്ച ഷൂട്ട് ദി റെയിൻ എന്ന പേരിൽ ഈ സ്ഥലത്ത് വെച്ച് ഒരു പന്തുകളി മത്സരവും ഒരു ഷൂട്ടൗട്ട് മത്സരവുമാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ അന്നത്തെ ആലോചന യോഗത്തിൽ ആ നിർദ്ദേശം വന്നിരുന്നു. അപ്പോൾ ഒരു ദിവസം അന്നത്തെ മഴയിലൊരു ഫുട്ബോൾ കളി എന്നുള്ള നിലയിൽ നമ്മൾ അന്നത്തെ ദിവസം മുന്നോട്ട് പോകുന്നു. വ്യാഴാഴ്ച ട്രക്കിംഗ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ റൂട്ടും കാര്യങ്ങളും ഒക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് രാവിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവരുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. ആ റൂട്ട് ഫൈനലൈസ് ചെയ്ത് നമ്മൾ ട്രക്കിങ്ങിന് ഇതിൻ്റെ മാക്സിമം പ്രചരണം കൊടുത്തുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്കൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നതിലേക്ക് നമ്മൾ ട്രക്കിംഗ് നടത്തുന്നു. വ്യാഴാഴ്ച 7-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ ഉന്നതികളിലുള്ള പ്രിയപ്പെട്ട ആദിവാസി മക്കളുടെ ട്രൈബൽ ഫോക്ക് ഡാൻസ് അപ്പോൾ ആദിവാസി ഉന്നതികളിലുള്ള പ്രിയപ്പെട്ടവരുടെ കലാപരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. വൈകിട്ട് 4 മുതൽ 6 വരെ. 8-ാം തീയതി ശനിയാഴ്ച മഴ നൃത്തമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വിവിധ കോളേജുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 9-ാം തീയതി ആണ് നമ്മുടെ സമാപനത്തിൽ നമ്മുടെ അനൂപ് ജേക്കബ് മന്ത്രി സമാപന സമ്മേളനം 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. തട്ടേക്കാടിനോട് ചേർന്നുള്ള മിനി സ്വിറ്റ്സർലൻഡ് ഫെസ്റ്റിവലിന്റെ പ്രധാന വേദിയാകും. ഓഗസ്റ്റ് 1-ന് മന്ത്രി മോൻസ് ജോസഫ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം ഓഗസ്റ്റ് 9-ന് നടക്കും. ചടങ്ങിൽ മന്ത്രി അനൂപ് ജേക്കബ് മുഖ്യാതിഥിയാകും. മഴപ്പാട്ട് സന്ധ്യ, ബൈക്ക് റൈഡ്, സൈക്ലോത്തോൺ, ജീപ്പ് റൈഡ്, ഷൂട്ട് ദി റെയിൻ ഫോട്ടോഗ്രാഫി മത്സരം, ട്രെക്കിംഗ് ട്രയൽ, ട്രൈബൽ ഫോക്ലോർ ഷോ, മഴനൃത്ത മത്സരം തുടങ്ങി മഴയും പ്രകൃതിയും പ്രമേയമാക്കിയ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നതെന്ന് MLA അറിയിച്ചു. കോതമംഗലത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയെല്ലാം ഫെസ്റ്റിവലുമായി ബന്ധപ്പെടുത്തി സന്ദർശകർക്ക് സമഗ്രമായ ടൂറിസം അനുഭവം ഒരുക്കും. ടൂറിസം മേഖലയിലെ വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയും ജനപങ്കാളിത്തത്തോടെയും ഫെസ്റ്റിവൽ വിജയകരമായി സംഘടിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫെസ്റ്റിന്റെ വിജയകരമായ നടത്തിപ്പിനായി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരു സംഘാടക സമിതി രൂപീകരിക്കുമെന്നും MLA അറിയിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു അധ്യക്ഷത വഹിച്ചു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് കുട്ടി, കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി, കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി, ജില്ലാ പഞ്ചായത്ത് അംഗം സൗമ്യ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചിഞ്ചു ബിബി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കാന്തി വെള്ളക്കയ്യൻ, ശ്രീജിത്ത് ശിവൻ, റോബിൻ സാബു, സനോജ് MG, സൽമ ഷാനവാസ്, കവിത ഗോപകുമാർ, റോമി ബിനോയ്, DTPC സെക്രട്ടറി ലിജോ ജോസ്, PVIP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോർഡി VG എന്നിവർ പങ്കെടുത്തു. സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് തന്നെ ഓണത്തിനോടനുബന്ധിച്ച് ഒരു 9-10 ദിവസക്കാലത്ത് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ ചേർന്നിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ നമ്മുടെ കനാലുകളിലൊക്കെ ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് ചെറിയ നക്ഷത്ര തടാകങ്ങളൊക്കെ സൃഷ്ടിച്ച് ഈ 2 വർഷമായിട്ട് പ്രദേശവാസികൾ അങ്ങനെ നടത്തുന്ന ഒരു പരിപാടികൾ ചെയ്യാറുണ്ട്. പക്ഷേ അത് ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം നമ്മുടെ പിണ്ടിമന പഞ്ചായത്തില് നടത്തി. അത് ലോക ശ്രദ്ധ നേടിയ ഒരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ ഇത് ഏറെ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രകൃതി രമണീയമായി ഏറെ സാധ്യതകളുള്ള സ്വദേശികളായിട്ട് വിദേശികളായിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയ ആകർഷണം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അത് കൂടുതൽ ജനശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫെസ്റ്റ് വളരെ ഉപയോഗപ്രദമായി മാറും. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തന്നെ നമ്മുടെ MLA വന്നിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളെങ്കിൽ തന്നെ ജനങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് ഒരു MLAയുടെ പ്രവർത്തനങ്ങൾ പതിഞ്ഞുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. മീഡിയ 60 ന്യൂസ് കോതമംഗലം.